യെശയ്യാപ്രവചനം 45 അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും ശക്തമേറിയ താമ്രവാതുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. ഇവിടെ പറയുന്ന ചില വാക്കുകളാണ്. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കും. ചിലതിനെ ഞാൻ ലെവൽ ചെയ്യും. അതായത് മൗണ്ടൻ പോലെ നിന്റെ മുമ്പിൽ പൊങ്ങി നിൽക്കുന്നതിനെ ഇടിച്ചതിനെ നിരപ്പാക്കി തരും. അല്ലെങ്കിൽ വേറൊരു ഭാഷയിൽ പറയുമ്പോൾ അതിനെ നേരെയാക്കും. വളഞ്ഞും പുളഞ്ഞും ക്രൂക്കഡായി കിടന്നതിനെ പിടിച്ചും നേരെയാക്കും എന്റെ ദൈവം. എന്നിട്ട് പറയാണ്, നിന്റെ മുമ്പിൽ നിൽക്കുന്ന താമ്ര കതറുകളെ ഞാൻ എന്ത് ചെയ്യും? താമ്ര കഥകളെ തകർത്ത് കളയും. ഇംഗ്ലീഷ് ബ്രേക്ക് ഇൻ പീസസ്. ഓരോ പീസാക്കി ഞാൻ അതിനെ മാറ്റും. ഒന്ന്, ഞാൻ ചിലതിനെ ലെവലാക്കും. 2, നിന്റെ മുമ്പിൽ നിൽക്കുന്നതിനെ ചിലതിനെ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? അതിനെ തകർത്ത് കളയും, ബ്രേക്ക് ചെയ്ത് കളയും. ലെവലാക്കേണ്ടതിനെ ലെവലാക്കും, മുമ്പിൽ പൊങ്ങി നിൽക്കുന്നതിനെ ബ്രേക്ക് ആക്കും, ഉടച്ചു മാറ്റിക്കളയും. അടുത്തതാണ് ഹല്ലേലൂയ പറയും, ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയും, കട്ട് ചെയ്ത് കളയും. ആ ഇരുമ്പിന്റെ കട്ടിയുള്ള സംഭവത്തെ അയണിനെ എന്ത് ചെയ്യും? ആ ഓടാമ്പലുകളെ ഞാൻ കട്ട് ചെയ്ത് കളയും. ജീവിതത്തിന്റെ അകത്ത് ഉടച്ചു കളയേണ്ടതിനെ എന്റെ ദൈവം ഉടച്ചു കളയും. എൻ ജീവിതത്തിന്റെ മുമ്പിൽ കട്ട് ചെയ്ത് കളയേണ്ടതിനെ എന്റെ ദൈവം കട്ട് ചെയ്ത് കളയും. അതിന്റെ അർത്ഥം എന്നറിയാമോ? എത്ര അടച്ച് ഉറപ്പാക്കിയ വാതിലാണെന്ന് പറഞ്ഞാലും, എത്ര വലിയ ഇരുമ്പിന്റെ ഓടാമ്പൽ കൊണ്ട് ഇട്ടെന്ന് പറഞ്ഞാലും ദൈവം അതിനെ കട്ട് ചെയ്യും. ഹല്ലേലൂയ. ദൈവം അത് കട്ട് ചെയ്യും. അത് കട്ടായാൽ ആ വാതിൽ തകർന്നിരിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചില വ്യക്തികളോട്, കുടുംബങ്ങളോട് പറയുന്നു, ശത്രു നിന്റെ മുമ്പിൽ അടച്ച ചിലതിനെ വാതിൽ അടയ്ക്കുക മാത്രമല്ല, ഇരുമ്പോടാമ്പൽ പോലെ വെച്ച ചിലതിനെ ദൈവത്തിന്റെ കരം ബ്രേക്ക് ചെയ്യും. കരങ്ങളെ തട്ടി അല്പ മിനിറ്റുകൾ എന്റെ ദൈവത്തിനൊന്ന് മഹത്വം കരേറ്റിയേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ചിലതിന്റെ ജീവിതത്തോട് ദൈവാത്മാവ് ഇടപെടുകയാണ്. ഇന്ന് പകൽ ദൈവത്തിന് ചിലതിന് ഇടപെടാറുണ്ട്. ചില വാതിലുകൾ ഒരിക്കലും തുറക്കാൻ പറ്റാത്ത ചിലതിനെ പീസാക്കി എന്റെ ദൈവം കട്ട് ചെയ്ത് മാറ്റും. ചിലതിനെ നേരെയാക്കാൻ പോകാം. ചില ദുർഘടങ്ങളെ, ചില മൗണ്ടൻസിനെ ദൈവം ലെവൽ ചെയ്യാൻ പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നമ്മുടെ ജീവിതത്തിൽ വിശ്വസിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ലെവലാകേണ്ട ചില കാര്യങ്ങളുണ്ട്. പകരം ഇപ്പൊ പൊങ്ങി നിൽക്കുക എന്തൊക്കെയോ ചില വിഷയങ്ങൾ. ആ മൗണ്ടൻസിനെ ദൈവം ലെവൽ ചെയ്യുന്നു. ഇന്ന് വിശ്വസിക്കുക. ഇതാരോടെ പറയുന്നതെന്നറിയാമോ? ഇതിന്റെ ഒന്നൊട്ടൊന്ന് വായിച്ചേ. യഹോവ തന്റെ അഭിഷിക്തനായ കോരശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഈ കോരശ് ആരാന്നറിയാമോ? ജാതീയ പേർഷ്യൻ രാജാവാ. ആ രാജാവിനോടാണ് യശയ്യാപ്രവചനത്തിൽ കൂടെ ദൈവത്തിന്റെ ആലോചന. ചരിത്രം പഠിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചോണം. കോരശ് ജനിക്കുന്നതിന് ഏകദേശം 150 വർഷങ്ങൾക്ക് മുമ്പേ പ്രവാചകൻ പ്രവചിച്ചു. ഒരുത്തൻ ജനിക്കുന്നതിന് മുമ്പേ ദൈവം എന്ത് ചെയ്തു? പ്രവചിച്ചു. ഇവനെ ആ ദൈവം കണ്ടേക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഈ കോരശാണ് ബാബേൽ എന്ന ഇതിനെ സംസ്ഥാനത്തെ ആക്രമിച്ച്, അതുവരെ ദൈവത്തിന്റെ ജനം ബാബേൽ പ്രവാസത്തിൽ അടിമത്തത്തിലായിരുന്നു. ഈ അടിമത്തത്തിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ ദൈവം ഒരു പ്ലാൻ കണ്ടുവച്ചിട്ടുണ്ട്. അതാണ് ഈ കോരശ്. അപ്പൊ കോരശ് ജനിക്കുന്നതിന് 150 വർഷങ്ങൾക്ക് മുമ്പേ ദൈവം ഒരു ആലോചന പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം നാം വെറുതെ ജനിച്ചതല്ലെന്ന്. യേശുവിനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം പറയാം, നിന്റെ ജീവിതത്തിൽ എന്ത് നടക്കണമെന്ന് ഇവിടുത്തെ ജാതകരുത്തുകാരനും മറ്റു കൈനോട്ടക്കാരും പറയുന്നതല്ല, നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പ്ലാൻ ഉണ്ട്.
കോരശ് ജനിക്കുന്നതിന് മുമ്പേ പറയുകയാണ്. അപ്പൊ ഈ കോരശാണ് ബാബേൽ പ്രവാസത്തിൽ കടന്ന് ജനത്തെ വിടിവിച്ച് അവരെ പ്രവാസത്തിന് പുറത്തു വരാൻ ഒരു മുഖാന്തരമായി ദൈവം കണ്ടൊരു മനുഷ്യനാണ്. അതുകൊണ്ട് എന്റെ ദാസനായ കോരശ് എന്ന് പറയുന്നത് എന്റെ അഭിഷക്തൻ. അവൻ പേർഷ്യൻ രാജാവായ കോരശിന് ജനിക്കുന്നതിന് മുമ്പേ ദൈവം ഒരു ആലോചന പറയുകയാണ്. ഞാൻ അവനെ കണ്ടേക്കുക, കാരണം അവൻ നിന്നാൽ ബാബേലിനെ ആക്രമിക്കും. അപ്പോൾ ബാബേലിന്റെ അടിമത്തത്തിൽ കിടക്കുന്ന ജനം ആര് വരും? പുറത്തു വരും. ഇനി വായിച്ചു, ഇനി മനസ്സിലാക്കിയിട്ട് 41 വായിക്കുക. യഹോവ തന്റെ അഭിഷിക്തനായ കോരശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലങ്കൈ പിടിച്ചിരിക്കുന്നു. കോരശിനോട് ദൂത് പറയാ, നീ ദൈവത്തിനൊരു സ്റ്റെപ്പ് വെച്ചാൽ നിന്നോടൊരു ദൂത് പറയുന്നു, വാതിൽ അടയാതിരിക്കേണ്ടതിന് ഞാൻ എന്റെ കൈ വെച്ചേക്കുക. അപ്പൊ പല വാതിലും അടയാതിരിക്കണമെങ്കിൽ ദൈവത്തിന്റെ കൈ ഉണ്ടെങ്കിൽ വാതിലുകൾ അടയത്തില്ല. ഹല്ലേലൂയ. എന്നിട്ടാണ് രണ്ടാമത്തെ വചനം വായിച്ചത്. ഇനി വായിച്ചു, ഇനി നമുക്ക് മഹത്വം മനസ്സിലാവും. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും. നീ ചിന്തിക്കും നിന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന്. പക്ഷെ കോരശിനോട് പറയാ, ഞാൻ നിനക്ക് മുമ്പേ ചെല്ലും. ഞാൻ മുമ്പേ ചെന്ന ദുർഘടം നിരപ്പാകൂ. ഹല്ലേലൂയ. അടുത്ത് താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. മതി, ശ്രദ്ധിച്ചേ. ഇന്നത്തെ എന്റെ മെസ്സേജ് ഇതാണ്, ദൂത് ഇതാണ്. നമ്മുടെ ദൈവം നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പരിധികളെയും തടസ്സങ്ങളെയും പരിമിതികളെയും പൊട്ടിക്കുന്ന ഒരു ദൈവമാണ്. ജീവിതത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന എല്ലാ ലിമിറ്റേഷനും തടസ്സം പോലെ നിൽക്കുന്ന എല്ലാ ബാരിയേഴ്സിനെയും പൊട്ടിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ജീവിതം പരിശോധിക്കുമ്പോ ഒത്തിരി ലിമിറ്റ്, ഒത്തിരി പരിധികളും ഒത്തിരി പരിമിതികൾ നമ്മുടെ ജീവിതത്തിന്റെ അകത്തുണ്ട്. ശാരീരികമായി നോക്കുമ്പോ, സാമ്പത്തികമായി നോക്കുമ്പോ, മാനസികമായി നോക്കുമ്പോ, ആത്മീയമായി നോക്കുമ്പോ ഒക്കെ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ഒത്തിരി ഒത്തിരി ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ചോദിച്ച പാസ്റ്ററെ, ബ്രദറെ, എന്റെ ജീവിതത്തിൽ ഇന്ന വിഷയത്തിന്റെ അകത്ത് ഒത്തിരി പരിധികളുണ്ട് അല്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇവിടെ ഇരിക്കുമ്പോഴും ശാരീരികമായി ഒത്തിരി പരിധികൾ ഉണ്ടാകും, മാനസികമായ വൈകാരികം ഉണ്ടാകാം, ഭവനത്തിന്റെ അകത്ത് ചിലതിന്റെ അകത്ത് ഉണ്ടായിരിക്കാം, സാമ്പത്തിക വിഷയത്തിന്റെ അകത്തുണ്ടാകാം, കരിയർ മണ്ഡലത്തിൽ ജോലി മണ്ഡലത്തിന്റെ അകത്തുണ്ടാകാം, ബന്ധങ്ങളുടെ റിലേഷന്റെ അകത്ത് ഒത്തിരി പരിധികളും പരിമിതികളും അനുഭവിക്കുന്നവർ നമ്മുടെ ചുറ്റും കാണാം. നമ്മുടെ ജീവിതത്തിന്റെ അകത്തുണ്ട്. ഓരോരുത്തർക്കും വ്യത്യസ്തമായ പരിധിക്കകത്ത്, പരിമിതിക്കകത്ത്, തടസ്സങ്ങളുടെ അകത്ത് കിടക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ഇന്ന് പകൽ ഈ കോരശിന്റെ ഈ ദൂതിൽ നിന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞാൻ നിങ്ങളോടൊരു ദൂത് പറയാ, ആ പരിമിതിക്കകത്തോട്ട് പരിധിയില്ലാത്ത ദൈവം ഒന്ന് ഇറങ്ങുമ്പോ നിന്റെ പരിധികളെ ദൈവം പൊട്ടിക്കും. ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നു, നമ്മുടെ ദൈവം എല്ലാ ലിമിറ്റേഷനുകളെയും എല്ലാ ബാരിയേഴ്സിനെയും പൊട്ടിക്കുന്ന ദൈവമാണ്. ഞാൻ ആത്മാവിൽ പറയുന്നു, ഈ ശുശ്രൂഷ കഴിയുന്നോടെ ഇതിന്റെ അകത്ത് ശത്രു വെച്ച ചില പരിധികളോ നിന്റെ ജീവിതത്തിന്റെ അകത്ത് എല്ലാ ബാരികളോ എല്ലാ തടസ്സങ്ങളും പൊട്ടിച്ചുകൊണ്ട് നീ പുറത്തു വരാൻ പോകുകയാണ്. അതിനാ എന്റെ ദൈവം, the limitless God, പരിധിയില്ലാത്ത ദൈവം നിന്റെ ജീവിതത്തിൽ ഇറങ്ങുമ്പോ പരിധികൾ പൊട്ടും, നിന്റെ ബൗണ്ടറീസുകൾ മൂവ് ആവും. ഇത് ഏറ്റെടുത്തോ. ഇന്ന് ഈ ശുശ്രൂഷയ്ക്കകത്ത് ആരൊക്കെയോ നിനക്ക് പരിധി വെച്ചു, ആരൊക്കെയോ നിന്റെ തലമുറയ്ക്ക് പരിധി വെച്ചു, ആരൊക്കെയോ നിന്റെ കുടുംബത്തിൽ പരിധി വെച്ചു. ആ പരിധികളെ നീ പൊട്ടിച്ച് പുറത്തു വരാൻ സമയമായി. ഈ 9-ാം മാസം മുതൽ കരങ്ങളെ തട്ടി പൊട്ടുക. ഇന്ന് പകൽ ജാതിക രാജാവായ കോരശിനോടത് പറഞ്ഞെങ്കിൽ സ്വന്തം രക്തത്താൽ വിലക്ക് വാങ്ങിയ എന്നോടും നിന്നോടും ദൈവം പറയുന്നു, നിന്റെ പരിധികളെ ദൈവം പൊട്ടിക്കുക. ചില മൗണ്ടൻസിനെ ലെവലാക്കാൻ പോകുക, എവിടേക്കോ ലെവലാക്കാൻ പോകുക. നിന്റെ മുമ്പിൽ പൊങ്ങി നിന്ന ചിലതിനെ എന്റെ ദൈവം ലെവലാക്കുന്നു. കഴിവില്ല എന്ന് പറയുന്ന ചിലതിന്റെ
ജീവിതത്തിൽ പരിധികളെ പൊട്ടിക്കുന്ന ഒരാത്മാഭിഷേകത്തിന്റെ സാന്നിധ്യം ഇപ്പോൾ മൂവ് ചെയ്യുന്നു. Receive it. തൊടുന്നു ദൈവമേ, തൊടുന്നു ജനമേ. അച്ചതാല ഹംബചാല ഹംബംബാല. ചിലരെ പിടിച്ചോണം, പരിശുദ്ധാത്മാവ് തൊടുക. നാദൽ കട്ട ചേലി കട്ടി അഞ്ചലവച്ചം ദേലിബലംദോ ഷേവൽബാല ഷാവൽബാല. നീ പുറത്തു വാ. പരിധികളെ പരിമിതികളെ പൊട്ടിച്ച് നീ പുറത്തു വരാൻ സമയമായി. നിന്റെ കുടുംബത്തിന്റെ അകത്ത് ലിമിറ്റേഷൻസ് ഇട്ട സ്പിരിറ്റുകൾ, വാരിയേഷൻ ഇട്ട സ്പിരിറ്റുകൾ പൊട്ടുന്നു. Come out, come out. പുറത്തു വാ. ലെവൽ ചെയ്യാൻ പോയാ, ചിലതിനെ നേരെയാക്കാൻ പോയാ, ചിലതിനെ നേരെയാക്കാൻ പോയാ, ചിലതിനെ നേരെയാക്കാൻ പോയാ, ചിലതിനെ നേരെയാക്കാൻ പോയാ, ചിലത് ലെവലാക്കാൻ പോയാ. മൗണ്ടൻസിനെ വളഞ്ഞതിനെ നേരെയാക്കുന്നു. ഒരു ശബ്ദം ഞാൻ പറയുന്നു, വളഞ്ഞ ചിലതിനെ നേരെയാക്കുന്ന പോലെ ഇന്ന് പകൽ ഒരു ദൈവത്തിന്റെ പ്രവൃത്തി ചില കുടുംബങ്ങളുടെ അകത്തലങ്ങളിൽ വെളിപ്പെടുകയാണ്. ഈ ശബ്ദം നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അതിന്റെ വെളിപ്പെടുകയാണ്. ഈ പ്രഭാതത്തിൽ ഞാൻ എഴുന്നേൽക്കുമ്പോൾ മുമ്പേ ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കുകയാണ്, ഞാൻ വളഞ്ഞതിനെ നേരെയാക്കും, ഞാൻ വളഞ്ഞതിനെ നേരെയാക്കും. ഇന്ന് ചിലതിനെ ലെവലാകാൻ പോവുകയാണ്, ചില ക്രൂക്കഡായതിനെ ദൈവം സ്ട്രൈറ്റ് ആക്കുന്നു. നമ്മൾ നോക്കുമ്പോൾ പത്രോസിന്റെ ജീവിതത്തിൽ യേശു പത്രോസിനെ കാണുമ്പോൾ, വിളിക്കുമ്പോൾ, ദൈവത്തിനായി വിളിക്കുമ്പോൾ പത്രോസിന്റെ അവസ്ഥ ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് എന്തില്ലാത്ത അവസ്ഥയാണ്, മീനെ കിട്ടാത്ത. യേശുവിനെ ആദ്യം കാണുമ്പോ പത്രോസ് എന്തു ചെയ്യുമായിരുന്നെന്ന് അറിയാമോ? മീൻപിടുത്തം നിർത്തിയിട്ട് എന്ത് ചെയ്യുക? വലയൊന്ന് റെഡിയാക്കി വല കഴിക്കുകയാണ്. അധ്വാനിച്ചത് വല്ലതും കിട്ടിയോ? എന്തെങ്കിലും കിട്ടിയിട്ട് വല കഴിയുന്നതാണോ? അല്ല, പ്രയത്നിച്ചിട്ടൊന്നും കിട്ടാതെ നിന്നിട്ട് വല കഴിയുക. അവന്റെ ലിമിറ്റ്, അവന്റെ മുമ്പിൽ നിൽക്കുന്ന തടസ്സം, പരിധി അവിടെ നിൽക്കുക. എപ്പോ പൊട്ടിയെന്നറിയാമോ? യേശു അവന്റെ പടകിൽ കയറിയപ്പോ തൊട്ട് അത് പൊട്ടാൻ തുടങ്ങി. യേശു പടകിൽ കയറി, യേശു പറഞ്ഞത് അവൻ അനുസരിച്ചു. അടുത്ത സെക്കൻഡിൽ സംഭവിച്ചത്, അവന്റെ പരിധി പൊട്ടി, അവന്റെ പിടിയും വിട്ടു. അവന്റെ പടക് മാത്രമല്ല, അടുത്ത പടക് നിറയുമാറ് ഒരു സമൃദ്ധി അവിടെ വെളിപ്പെട്ടു. അവൻ നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ ഒന്ന് അനുവദിച്ചു കൊടുത്താൽ, ആ പത്രോസിന്റെ പടകിൽ കർത്താവ് കയറി അവൻ പറഞ്ഞ വാക്കൊന്ന് അനുസരിക്കാൻ തയ്യാറായാൽ ഏത് പരിധിയും ദൈവം പൊട്ടിക്കും. അവൻ ഇന്നേ വരെ കാണാത്ത മീൻപിടുത്തം ദൈവം അവന്റെ ജീവിതത്തിൽ കൊടുത്തു. ആമേൻ. അടുത്ത പരിധിയാണ് നമ്മുടെ ബന്ധങ്ങൾ, റിലേഷൻ. പലതരം അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാവരുടെയും, ഓരോരുത്തർക്കും വ്യത്യസ്തമായ അനുഭവങ്ങൾ. ഇത് പലപ്പോഴും പലതിനെ പിടിച്ചു മുറുക്കും. പക്ഷെ കർത്താവിനൊന്ന് വിട്ടുകൊടുത്താൽ, കൊതിച്ചാൽ, ദൈവം അതിൻ്റെ അകത്ത് ഇറങ്ങിയാൽ അതിൻ്റെ അകത്തെ പരിധികളും പരിമിതിയും ദൈവം പൊട്ടിക്കും. ഏറ്റവും ഉദാഹരണമാണ് യോഹന്നാന്റെ സുവിശേഷം സമരിയക്കാരത്തിയായ സ്ത്രീ. അവിടെ ജീവിതത്തിൽ ബന്ധങ്ങൾ ഒരു പരിധിയായി, പരിമിതിയായി, ബാരിയസായി, മൗണ്ടൻ പോലെ കിടക്കുകയാണ്. താമര കതക് പോലെ, ഇരുമ്പോടാമ്പുകൾ പോലെ കിടക്കുകയാണ്. അതാ യേശു പറഞ്ഞത്, നീ ആരാന്ന് മനസ്സിലായി, നിന്റെ മുമ്പിൽ നിൽക്കുന്നവൻ ആരാന്ന് മനസ്സിലായി, നീ ചോദിച്ചാൽ ജീവജല നദി നിനക്ക് തരും, ഉറവ തരും. യേശു അവിടെ ലൈഫിൽ കേറിയ നിമിഷം മുതൽ അവിടെ ബന്ധങ്ങളുടെ കെട്ട് പൊട്ടി, അവിടെ പരിധി പൊട്ടി, അവൾ വിടുതൽ പുറത്താണ്. കാരണം അവൾ അതുപോലത്തെ അനുഭവം, 5 ഭർത്താക്കന്മാരായി, അടുത്ത് ഒളിക്കുന്നതും അപ്പോഴുള്ള ഭർത്താവല്ല, ഇങ്ങനെ നിൽക്കുന്ന ഒരു വല്ലാത്ത അവസ്ഥക്കകത്ത് കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥ. എന്റെ യേശു കേറിയപ്പോൾ, ജീവിതത്തെ തൊട്ടപ്പോ അവിടെ പരിധി പൊട്ടി. ഹല്ലേലൂയ. അതുപോലെ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പരിധി ഭയം, ആകുലത, എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറയുന്ന അനുഭവം.
ഇത് കയറിയുള്ള പ്രശ്നം എന്നറിയാമോ? മുമ്പിൽ നിൽക്കുന്നതിനെ, ദൈവം തരാൻ ഉദ്ദേശിച്ചതിനെ പോലും നമുക്ക് പ്രാപിക്കാൻ പറ്റത്തില്ല. പിശാചി ഭയവും നടക്കത്തില്ലെന്നും ഒക്കത്തില്ലെന്നും കൊണ്ട് നമ്മുടെ ഉള്ളിലിടും. ഗോത്രമായി കനാൻ ദേശം ഉറ്റുനോക്കാം. ദൈവം തരാൻ ഉദ്ദേശിച്ച് പറഞ്ഞ ദൂത കനാൻ ദേശം ഉറ്റുനോക്കാൻ പോയപ്പോ 10 എണ്ണവും എന്തോ പറഞ്ഞെന്നറിയാമോ? നമുക്ക് നടക്കത്തില്ല. അനാക്യ മല്ലന്മാരുണ്ട്, അവരും നമ്മൾ നോക്കുമ്പോ വെട്ടുക്കിളികളെ പോലെയാ. അവരും നമ്മുടെ ഭാഷ, അവരൊന്ന് ഊതിയാ മതി, നമ്മളെല്ലാം പോവും, നമുക്ക് അനാദേശം പിടിക്കാൻ പറ്റത്തില്ല. പക്ഷേ കാലേബും ജോഷുവയും വന്നിട്ട് പറഞ്ഞു, അവര് പറയുന്നൊക്കെ ശരിയാണെങ്കിലും പക്ഷെ അവനേക്കാൾ വലുതാണ് നമ്മുടെ ദൈവം. പ്രശ്നത്തിലേക്ക് നോക്കിയ പരിധികളും പരിമിതികളാണ്. എന്റെ ദൈവത്തെങ്കിലേക്ക് നോക്കിയ അവന് പരിധികളും പരിമിതികളും ഇല്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അപ്പൊ ഈ ഭയം അവർ പറയോ, ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ ചെറുതായി തോന്നി, അവർ മല്ലന്മാരാണ്, വെട്ടുക്കിളിയെ പോലെ നമുക്ക് തോന്നുന്നു, ഞങ്ങൾ ഓടിപ്പോണ്ടി വരും. പക്ഷെ മറ്റവരതല്ല നോക്കുന്നത്. അവരെവിടെ നോക്കും? പരിധിയും പരിമിതിക്കപ്പുറത്ത് കർത്താവിനെ നോക്കുന്നത്. അങ്ങനെ നമ്മൾ നോക്കിയാൽ നമ്മുടെ ജീവിതത്തിന് അത് വിടുതലായി. അങ്ങനെ പല പല കാര്യങ്ങൾ ബൈബിൾ ഉടനീളം പരിശോധിക്കുമ്പോൾ ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ പലതരം പരിധികളും പരിമിതികളുമായി അനുഭവിക്കുന്നവരുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴാണോ കർത്താവ് ഇറങ്ങി വന്ന് പ്രവർത്തിച്ചത്, അവരുടെ പരിധിയും പരിമിതിയും പൊട്ടിച്ചു മാറി. അവർ അത്ഭുതം മറുകര കണ്ടിട്ടുണ്ട്. 2 കാര്യം പറഞ്ഞ് ഒത്തിരി കാര്യങ്ങൾ ബൈബിളിൻ്റെ അകത്തുണ്ട്. എന്നിട്ട് നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോകും. 1, ഒരു വചനം ശ്രദ്ധിച്ച്, ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം അതിൽ 1-ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ച്. ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം അതിൽ 1-ാം വാക്യം. ദൈവത്തിന്റെ ജനം ഇറങ്ങി തിരിച്ച് യാത്ര പോവുക. കനാൻ നാട്ടിലേക്ക് പോകുമ്പോൾ അവരുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു പരിധിയെ കാണാം. ജോഷുവ 3:1 വായിച്ചേ. അനന്തരം യോശുവ അതികാലത്ത് എഴുന്നേറ്റ് അവനും ഇസ്രായേൽ മക്കൾ എല്ലാവരും ശിത്തീമിൽ നിന്ന് പുറപ്പെട്ട് യോർദാൻ അരികെ വന്ന് മറുകര കടക്കും മുമ്പേ അവിടെ താമസിച്ചു. ഇപ്പൊ യോർദാന്റെ ഇപ്പുറത്ത് വന്ന് കിടക്കുകയാണ് ജോഷുവയും കൂട്ടരും. ദൈവത്തിന്റെ ജനം ദൈവിക വാഗ്ദത്തങ്ങൾക്കായി ദൈവം പറഞ്ഞ വാഗ്ദത്ത നാട്ടിലേക്ക് ഇറങ്ങി തിരിച്ച യാത്രയാണ്. ഇപ്പോൾ ഇവർ എവിടെ വന്ന് നിൽക്കുകയാണ്? യോർദാനിനരികെ വന്ന് മറുകര കടക്കും മുമ്പേ അവിടെ താമസിച്ചു. യോർദാന്റെ മറുകരയിൽ വന്ന് നിൽക്കുക. ഇവർക്ക് മുന്നോട്ട് പോകണം, അടുത്ത കരയിലോട്ട് പോകണം. പക്ഷെ ഇപ്പുറത്ത് വന്ന് നിൽക്കുക. എന്താ അവിടെ നിൽക്കാൻ കാരണമെന്നറിയാം? യോർദാന്റെ പ്രത്യേകത കരട്ട് വായിക്കുമ്പോൾ അറിയാം. കൊയ്ത്ത് കാലത്ത് കരകവിഞ്ഞൊഴുകുന്ന മരണ യോർദാനും പറയാറുണ്ട്. ഈ മേൽവെള്ളത്തിന്റെ ഒഴുക്ക് ഭയങ്കര, കാണുമ്പോ അങ്ങനെ തോന്നില്ല, ഒഴുക്ക. ഇറങ്ങിയാൽ അബദ്ധത്തിൽ എടുത്തുകൊണ്ട് പോകും. അപ്പം മറുകരയിൽ വന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ ഇവരുടെ മുമ്പിൽ തടസ്സം എന്തുവാ? വെറും യോർദാനാണോ? കരകവിഞ്ഞ് ഒഴുകുന്ന യോർദാൻ. അപ്പൊ കരകവിഞ്ഞ് ഒഴുകുക എന്ന് പറയുമ്പോൾ ഒഴുക്ക് ഭയങ്കര. അടുത്ത സ്റ്റെപ്പ് വെച്ചാൽ ഒലിപ്പിച്ചെടുത്തോണ്ട് പോകും. ഇതുപോലെ നമ്മളും കണ്ടിട്ടില്ലേ? വല്ലാതെ മുമ്പിൽ നിൽക്കാം, അതിനൊന്ന് വെച്ചാൽ നമ്മളെയും കൂടെ എന്ത് ചെയ്യും? കൊണ്ടുപോകുന്ന അവസ്ഥ. എങ്ങോട്ടാ പോണ്ടേ? കനാൻ നാട്ടിലേക്ക് പോകണം. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസ ജീവിത യാത്ര ഇറങ്ങിത്തിരിക്കുമ്പോ നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ 1 ഇഞ്ച് മുന്നോട്ട് വെക്കാൻ പോലും പറ്റാത്ത തടസ്സം നമ്മുടെ മുമ്പിൽ കണ്ടിരിക്കും. അതിലോട്ട് വെച്ചാലോ നമ്മളെയും കൂടെ കൊണ്ടുപോകുന്ന പ്രതിസന്ധിയുടെ വിഷയമാണ് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം പറയാം, എത്ര വലിയ കരകവിഞ്ഞൊഴുകുന്ന അനുഭവത്തിന്റെ മുമ്പിലാണെങ്കിലും, എത്ര വലിയ ബാരിയസ് നിന്റെ മുമ്പിലുണ്ടെങ്കിലും, നിന്നോട് വാഗ്ദത്തം പറഞ്ഞ ദൈവത്തിന് തടസ്സങ്ങൾ ഒരു വിഷയമല്ല. അവർ ചെങ്കടലിന്റെ മുമ്പിൽ നിൽക്കുന്നു, യോർദാന്റെ മുമ്പിൽ നിൽക്കുന്നു. ദൈവം അവരെ ഒരുക്കുന്ന ഒരു സമയമാണ്. ഇതിനകത്ത് 2 കാര്യമുണ്ട്. ദൈവം അതിൽ പ്രവർത്തിക്കും. പക്ഷെ അതിന് മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കാം, ആ പ്രവർത്തിക്കുന്നതിന് മുമ്പുള്ള സമയം നമുക്ക് ഒരുങ്ങാൻ ദൈവം തരുന്ന ഒരു അവസരമാണ്. ദൈവത്തോട് അടുക്കാൻ ദൈവം തരുന്ന ഒരു അവസരമാണ്. പക്ഷെ മറ്റു ചിലർക്ക് പറ്റിപ്പോകുന്ന ഒരു അബദ്ധം, പ്രതിസന്ധി മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ
അയ്യോ എന്റെ ജീവിതത്തിൽ എന്താ ഇങ്ങനെ എന്ന് ചിന്തിക്കാതെ ഒരു കാര്യം മനസ്സിലാക്കുക, നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളവൻ ഏത് ബന്ധനത്തെ പൊട്ടിക്കും. ഹല്ലേലൂയ. ഏത് കഥകളെ തവിട് പൊടിയാക്കി മാറ്റും, ഏതിനെ കട്ട് ചെയ്ത് മാറ്റും, ഏതിനെ ലെവലാക്കും എന്റെ ദൈവം. പക്ഷെ അതിന്റെ ഇടയ്ക്കുള്ള സമയത്ത് നാമും ദൈവവുമായിട്ട് ഒരു ബന്ധത്തിന് ദൈവം ഒരുക്കുകയാണ്. കുറച്ചുകൂടെ ആ ബന്ധത്തെ ഒന്ന് സ്ട്രോങ് ആക്കുകയാണ്. കുറച്ചുകൂടെ നമ്മെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കാൻ ദൈവം തരുന്ന ഒരു അവസരമാണ്. അതുകൊണ്ട് ഞാനൊരു കാര്യം, ജീവിതയാത്രയിൽ ഇറങ്ങി തിരിച്ച് തടസ്സങ്ങളും ബാരിയേഴ്സും ലിമിറ്റുകളും കാണുമ്പോൾ അതിനകത്ത് ഭാരപ്പെടരുത്. ദൈവസന്നിധിയുടെ അടുത്തോ അതിന്റെ അപ്പുറത്തൊരു ദൈവപ്രവൃത്തി കാണും. അപ്പൊ ചെങ്കടൽ വലിയൊരു പ്രതിസന്ധി, യോർദാൻ വലിയൊരു പ്രതിസന്ധിയായിട്ട് നിന്നു. ഇനി 7-ാമത്തെ വാക്യത്തോട് വായിച്ച് എല്ലാവരും ശ്രദ്ധിച്ചോണം. 3:7 തൊട്ട്. പിന്നെ യഹോവ മോശയോട്, ഈ മുമ്പിൽ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ യഹോവ മോശയോട്, ഞാൻ മോശയോട് കൂടി ഇരുന്നത് പോലെ, ജോഷുവോട് പറയാണ്, ഞാൻ മോശയോട് കൂടി ഇരുന്നത് പോലെ നിന്നോട് കൂടെയും ഇരിക്കും. മോശയോട് കൂടെ ഇരുന്നത് പോലെ ജോഷുവയെ ഞാൻ നിന്നോട് കൂടി ഇരിക്കും എന്ന് ഇസ്രായേൽ മക്കൾ എല്ലാം അറിയേണ്ടതിന് ഞാൻ എന്ന് അവർ കാണുകെ നിന്നെ വലിയവനാക്കുവാൻ തുടങ്ങി. ഈ പ്രതിസന്ധിയുടെ മുമ്പിൽ നിൽക്കുന്ന നിന്നോട് ദൂത് പറയാ, എല്ലാവരും കാണുകെ ഞാൻ നിന്നെ വലിയവനാക്കും. ഇന്ന് പകൽ ആ ദൂതിനെ ഏറ്റെടുത്തോണം. നമ്മുടെ വളർച്ച തുടങ്ങുന്നത്, ദൈവം നമ്മളെ തെളിയിക്കാൻ തുടങ്ങുന്നത് വലിയ ബാരിയേഴ്സും തടസ്സങ്ങളും മുമ്പിൽ നിൽക്കുമ്പോ തന്നെ ഞാൻ നിന്നെ വലിയവനാക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇനി 9 തൊട്ടുള്ള വാക്യങ്ങൾ വായിച്ചു. 9 തൊട്ട്. യോശുവ ഇസ്രായേൽ മക്കളോട്, ഈ ദൈവത്തിന്റെ ശബ്ദം കേട്ട ജോഷുവ ഇസ്രായേൽ മക്കളോട്, ഇവിടെ വന്ന് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേൾപ്പീൻ എന്ന് നിങ്ങൾ ദൈവമായ യഹോവയുടെ വചനത്തെ കേൾപ്പീൻ എന്ന് പറഞ്ഞു. യോശുവ പറഞ്ഞ എന്തെന്നാൽ, ജീവനുള്ള ദൈവം നിങ്ങളുടെ ഇടയിലുണ്ട്. ജോഷുവയ്ക്ക് ഒറ്റ കാര്യമുള്ളൂ പറയാനുള്ളത്, നിന്റെ മുമ്പിൽ എത്ര വലിയ തടസ്സം നിന്നാലും, എത്ര വലിയ യോർദാൻ ഒഴുകിയാലും ഒരു കാര്യം മനസ്സിലാക്കണം, ജീവനുള്ള ദൈവം നിങ്ങളുടെ ഇടയിൽ ഉണ്ട്. അവൻ ജീവനുള്ള ദൈവമാണ്. ഏത് തടസ്സവും അവൻ പൊട്ടിക്കും, ഏത് പരിധികളെയും അവൻ ഉടച്ചു മാറ്റുന്നൊരു ദൈവമാണ്. വായിച്ചു. അവൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് കനാന്യർ, ഹിത്യർ, ഹിവ്യർ, പെരിസ്യർ, ഗിർഗേശ്യർ, അമോര്യർ, യെബൂസ്യർ എന്നിവരെ നീക്കിക്കളയും എന്ന് നിങ്ങൾ ഇതിനാൽ അറിയും. ആരൊക്കെ നിന്റെ മുമ്പിൽ നിന്നാലും അതിനെ മുഴുവൻ ദൈവം നീക്കിക്കളയും. എത്ര വലിയ താമര കതവ് പോലെ ഏത് സമൂഹം എതിര് നിന്നാലും ദൈവത്തിന്റെ വാക്ക് കേൾപ്പീൻ, അതിനെ ദൈവം മാറ്റിക്കളയും. ഇന്ന് ഇവിടെ ആരാധിക്കുന്ന സകലരോട് പറയുന്നു, ഇതുപോലെ നിന്റെ ആത്മീയ, ഭൗതിക, ശാരീരിക, മാനസികമായി നിന്നോട് പോരാടുന്ന എല്ലാ പരിധികളും, എല്ലാ പരിമിതികളെയും എന്റെ ദൈവം മുമ്പിൽ നിന്ന് നീക്കിക്കളയോ. വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടി. ഇന്ന് പകൽ ആരാധിക്കുന്ന ദൈവജനമേ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന ചിലത് അത് രോഗമാണോ ദൈവം മാറ്റം, ഏത് സാമ്പത്തിക ഞെരുക്കമാണോ അവിടെ വഴികളെ ദൈവം തുറക്കും. എന്തോ ചില പരിധികളും പരിമിതികളും പൊട്ടുകയാണ് ശത്രു നിന്റെ മുമ്പിൽ വെച്ചത്, നിന്റെ കൂടാരത്തിന് മുമ്പിൽ വെച്ചത്, നിന്റെ തലമുറയുടെ മുമ്പിൽ വെച്ചത്, നാളുകളായി പരിധി വെച്ചത്, എല്ലാ ലിമിറ്റേഷനുകളെ പൊട്ടിക്കുകയാണ്. ഏത് യോദ്ധാന്റെ മുമ്പിൽ നിന്നാലോ, എത്ര വലിയ ശത്രുക്കൾ പോരാടാൻ വെല്ലുവിളിച്ചാലോ, ഇന്ന് പകൽ സൈന്യങ്ങളുടെ യഹോവ നിന്റെ മധ്യത്തിലുണ്ട്. പരിധിയില്ലാത്ത ദൈവം, എല്ലാ പരിമിതികളെ പൊട്ടിക്കുന്ന ദൈവം, സകലതിനെ ലെവലാക്കുന്ന ദൈവം ഇന്ന് ഇതിനകത്ത് വ്യാപരിക്കുമ്പോ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ആത്മാവിൽ ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്. കുറച്ചു നാളായി ഇതിന്റെ അകത്ത് ഇപ്പൊ ഇത്രയും പേരാണല്ലോ, ഇത്രയും പേരോടെ ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. കുറച്ചു നാളായി മുമ്പിൽ കണ്ട ചില പരിധികളെയും പരിമിതികളെയും എന്റെ ദൈവം തട്ടി മാറ്റാൻ പോവുകയാണ്. ചിലതിനെ പൊളിക്കുക ദൈവം, പൊളിക്കുക ദൈവം. നിന്റെ ക്യാരക്ടറിനകത്തുള്ള, നിന്റെ സ്വഭാവത്തിന്റെ അകത്തുള്ള, നിന്റെ ബന്ധങ്ങളിനകത്തുള്ള, നിന്റെ കുടുംബത്തിനകത്തുള്ള, നിന്റെ ശരീരത്തിനകത്തുള്ള എല്ലാ പരിധികളെയും, എല്ലാ ലിമിറ്റേഷനുകളെയും എല്ലാ ബാരിയേഴ്സും മാറുന്നു.
ഇത് പറയുമ്പോ ചിലരുടെ തലമുറയുടെ നിന്റെ കുടുംബത്തിനകത്തുള്ള പരിധികൾ പൊട്ടാൻ പോവുകയാ. ആരോട് പറയുന്നു? വരുന്ന 2 മാസത്തിനുള്ളിൽ ആ പരിധികൾ പൊട്ടി എന്ന് നീ അറിയത്തക്ക ചില വിടുതലുകൾ ഇറങ്ങാൻ പോവുകയാ. നിറഞ്ഞൊരു സാന്നിധ്യം ഇറങ്ങി നിൽക്കുകയാണ്. നിങ്ങൾ കൊതിയോടെ പ്രാപിച്ചോണം. ഈ സാന്നിധ്യം ചില മുഖങ്ങൾ പൊട്ടിമാറും. ചില ലിമിറ്റേഷനുകൾ ദൈവം പൊട്ടിക്കാൻ പോകുക. ഈ ദൂത് വെറുതെ അല്ല പറയുന്നത്. കോരേശനോട് അത് അന്ന് പറഞ്ഞെങ്കിൽ ആ വചനം ഇന്ന് ഈ ചർച്ചിന്റെ അകത്ത് ചിലതിനോട് ഇടപെടുകയാണ്. ഈ വചനം പ്രിയരെ, എന്നിട്ട് 13 വായിച്ച 13, 14, 15 ശ്രദ്ധിച്ചേ. 13, 14, 15. സർവഭൂമിയുടെയും നാഥനായ യഹോവയുടെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ യോർദാനിലെ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ, ആ കാല് യോർദാന്റെ വെള്ളത്തിൽ ചവിട്ടുമ്പോ ഉടനെ യോർദാനിലെ വെള്ളം 2ആയി പിരിഞ്ഞിട്ട് മേൽ നിന്ന് ഒഴുകുന്ന വെള്ളം ചിറ പോലെ നിൽക്കും. അങ്ങനെ ജനം യോർദാനക്കരെ കടപ്പാൻ തങ്ങളുടെ കൂടാരങ്ങളിൽ നിന്ന് പുറപ്പെട്ടു. നിയമപ്പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ ജനത്തിനു മുൻപായി പെട്ടകം ചുമന്നുകൊണ്ട് യോർദാൻ അരികെ വന്നു. അടുത്ത 15. കൊയ്ത്തുകാലത്തൊക്കെയും യോർദാൻ തീരമെല്ലാം കവിഞ്ഞൊഴുകും. ആ സമയത്ത് യോർദാന്റെ തീരമെല്ലാം കരകവിഞ്ഞൊഴുകും. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിന്റെ വക്കത്ത് മുങ്ങിയപ്പോ മേൽവെള്ളത്തിന്റെ ഒഴുക്ക് നിന്നു. ഒഴുക്ക് നിന്നു. യോശുവയുടെ വാക്ക് കേട്ട് ഇറങ്ങി തിരിച്ചവർ ആദ്യ കാല് കുത്തിയപ്പോ എന്തു നിന്നു? മേൽവെള്ളത്തിന്റെ. അവിടുന്ന് വരുന്ന വെള്ളമാണ് ഇവിടെ നിറയ്ക്കുന്നത്. നിന്റെ ജീവിതത്തിന് മുമ്പിൽ നീ കാണുന്നു, നിന്റെ മുമ്പിൽ കാണുന്നതാണ്. പക്ഷെ അതിന്റെ പിന്നിൽ ഒരു സാധനമുണ്ട്. നമ്മൾ യോർദാന്റെ മുമ്പിൽ ഇവിടെ എന്തോ മൊത്തം വെള്ളമാണല്ലോ. പക്ഷെ ഇവിടെ വെള്ളം വരാൻ കാരണം മേളിൽ നിന്ന് ആരൊഴുകുന്നുണ്ട്? വെള്ളം ഒഴുകുന്നുണ്ട്. ഒഴുക്ക് നിന്നാൽ ഇവിടെ ഒരു ശാന്തത ഉണ്ടാവും. ഇന്ന് ദൈവം നിന്റെ ജീവിതത്തിൽ ചിലതൊക്കെ എവിടുന്നോ ഒഴുകി വരുന്നുണ്ട്. അതിനെ ദൈവം ടച്ച് മാറ്റുന്ന പകലാണ്. ഇനി 16, 17 വായിച്ച മനോഹരമായ ഒരു വചനം. സാരഥന് സമീപത്തുള്ള ആദാം പട്ടണത്തിനരികെ ബഹുദൂരത്തോളം ചിറ പോലെ പൊങ്ങി അറാബയിലെ കടലായ ഉപ്പുകടലിലേക്ക് ഒഴുകിയ വെള്ളം വാർന്നുപോയി. ജനം എരിഹോവിനു നേരെ മറുകര കടന്നു. ദൈവം വറ്റിച്ച അപ്പുറ കണപ്പിച്ചു. അടുത്തത് യഹോവയുടെ നിയമപ്പെട്ടകം ചുമന്ന പുരോഹിതന്മാർ യോർദാന്റെ നടുവിൽ ഉണങ്ങിയ നിലത്ത് ഉറച്ചു നിന്നു. കരകവിഞ്ഞൊരുന്ന യോർദാൻ ഇപ്പൊ എന്തോ ആയിട്ട് മാറി? ഉണങ്ങിയ നിലമാക്കി ദൈവം മാറ്റി. അടുത്തത് ഇസ്രായേൽ ജനമൊക്കെയും യോർദാൻ കടന്നു തീരുവോളം ഉണങ്ങിയ നിലത്തുകൂടി തന്നെ നടന്നുപോയി. കടന്നുപോയത് മൊത്തം ചെളിവെള്ളത്തിൽ പോയെന്നല്ല, ഉണങ്ങിയ നിലത്തൂടെ എന്ത് ചെയ്തു? മറുകട കാണിച്ചു. പരിധി എന്ന് പറഞ്ഞതിന്റെ അകത്ത് ഇറങ്ങി നിന്ന് വിടുതൽ അനുഭവിപ്പാൻ ദൈവം ഇടയാക്കി. മരണയോർദാൻ എന്ന് പറഞ്ഞതിന്റെ മുക്കിക്കളയുമെന്ന് പറയുന്നതിന്റെ നടുക്ക് നിന്നുകൊണ്ട് ദൈവത്തിന്റെ മഹത്വം കാണാനിടയായി. ഒരു ആത്മപകർച്ച മറന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവാത്മാവ് വീണ്ടും ചിലതിനെ നിറയ്ക്കും. ഈ നിറവോടെ ചിലത് വീട്ടിന്റെ അകത്ത് പോയി കാല് കുത്തുമ്പോ നിന്റെ കുടുംബത്തിന്റെ അകത്ത് മേളിൽ നിന്ന് ഒഴുകിക്കൊണ്ടുവരുന്ന, ദൈവത്തിൽ നിന്നല്ല അല്ലാതെ ഒഴുകിക്കൊണ്ടുവരുന്ന ശത്രുവിന്റെ ചിലതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ചില വിടുതൽ ഭവനത്തിന്റെ അകത്ത് ദൈവം ചെയ്യാൻ പോയാ. അടുത്തൊരു തടസ്സം അനുഭവിച്ച പുതിയ നിയമത്തില് യേശു മരിച്ചു, അടക്കപ്പെട്ടു. നമുക്കറിയാം യേശുവിനെ ഒരു കല്ലറയിൽ വെച്ചു. ഒരു വലിയ കല്ലുകൊണ്ട് എന്ത് ചെയ്തു? അടച്ചു, വാതിൽ അടച്ചു വെച്ചു. ഈ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 1 തൊട്ട് വാക്യം വായിച്ചേ. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിൽ 1 മുതലുള്ള വാക്യങ്ങൾ.
ശബത്ത് കഴിഞ്ഞ ശേഷം ശബത്ത് കഴിഞ്ഞ ശേഷം മഗ്ദലക്കാരത്തി മറിയേയും ആ യാക്കോബിന്റെ അമ്മ മറിയേയും ആ ശലോമയും ചെന്ന് ആ അവനെ പൂശേണ്ടതിന് സുഗന്ധവർഗം വാങ്ങി. യേശുവിനെ പൂശേണ്ടതിന് സുഗന്ധവർഗം വാങ്ങി. ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ അതികാലത്ത് സൂര്യൻ ഉദിച്ചപ്പോൾ അവർ കല്ലറയ്ക്കൽ ചെന്നു. അവരുടെ സുഗന്ധവർഗം കയ്യിലുണ്ട്. കൊതിയോടെ എങ്ങോട്ട് ഓടുകയാണ്? കല്ലറയിലേക്ക്. പക്ഷെ വേറെ പ്രശ്നം, അവരുടെ മുമ്പിൽ തടസ്സം. കല്ലറയുടെ വാതിൽക്കൽ നിന്ന് നമുക്ക് വേണ്ടി 6 കല്ല് ഉരുട്ടിക്കളയുമെന്ന് തമ്മിൽ പറഞ്ഞു. ഇവരുടെ ഉള്ളിലെ പ്രശ്നം അതാ. ആര് കല്ലെന്ത് ചെയ്യും? സുഗന്ധവർഗം വാങ്ങിക്കുമ്പോഴും യാത്ര തിരിക്കുമ്പോഴും ഇവർക്ക് ഒരു കാര്യം അറിയാം, കല്ലറയുടെ മുമ്പിൽ എന്തോ ഉണ്ട്, ഒരു വലിയ കല്ലുണ്ട്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങളൊക്കെ വളരെ നന്നാകുന്നു, പ്രാർത്ഥിക്കുന്നു, ഒരുങ്ങുന്നു, സ്റ്റെപ്പുകൾ വെക്കുന്നു. അപ്പോഴും നിങ്ങൾക്കറിയാം എന്തുണ്ട്, കല്ലുണ്ട്. അതിനിന്നൊരു ഡീലിംഗ് ആവാൻ പോകും ദൈവം. കാര്യങ്ങൾ ചെയ്യുന്നു, ഒരുങ്ങുന്നു, കർത്താവിന് വേണ്ടി എല്ലാം ഒരുക്കുന്നു, എല്ലാം നിങ്ങൾക്കറിയാം. ഇതെല്ലാം നിങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വാസ്തവം അറിയാം, ആ ഒരു കല്ലെന്ത് ചെയ്യുന്നുണ്ട്, അവിടുണ്ട്. ഇതുപോലെ കർത്താവിന് വേണ്ടി നിൽക്കുമ്പോഴും ഓടുമ്പോഴും ചെയ്യുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം, ഒരു വിഷയത്തിൻ്റെ അകത്ത് ഒരു കല്ലടഞ്ഞു കിടക്കുകയാണെന്ന്. ഇന്ന് പകൽ അങ്ങനെ ഉള്ളവരോട് പരിശുദ്ധമായി സംസാരിക്കുന്നു. അങ്ങനെ കൊതിയോടെ പോയി, അങ്ങനെ ആഗ്രഹത്തോടെ പോയി, എന്ന വ്യാകുലതയോടെ പോയി. പക്ഷെ സംഭവിച്ചത് അടുത്തത്, അവർ നോക്കിയാറേ കല്ല് ഉരുട്ടി കളഞ്ഞതായി കണ്ടു. അത് ഏറ്റവും വലുതായിരുന്നു. പക്ഷെ പിന്നെ ചെന്ന് നോക്കുമ്പോ എന്തോ കണ്ടു, കല്ലുരുട്ടി മാറി. എങ്ങനത്തെ കല്ല? ഏറ്റവും വലുതായി. ഏറ്റവും വലിയ. എത്ര വലിയ കല്ലാണെങ്കിലും ദൈവത്തിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി ചലിക്കുമ്പോൾ, ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങുമ്പോൾ ആ പരിധികളെ ദൈവം പൊട്ടിക്കും. ഇന്ന് പകൽ ചിലതിനോട് പരിശുദ്ധമോ പറയുന്നു, നിന്റെ ജീവിതത്തിന്റെ അകത്ത് എത്രയൊക്കെ പരിധി ശത്രു വെച്ചാലും, എത്രയൊക്കെ പരിമിതികൾ ദൈവം വെച്ചാലും അതിനെ പൊട്ടിക്കുന്നൊരു ദൈവമുണ്ട്. അപ്പുറത്ത് യോർദാൻ കഴിഞ്ഞ് അങ്ങോട്ട് പോയപ്പോൾ വലിയ യെരിഹോവിന്റെ മതിൽ അടച്ചു വെച്ച ശത്രുക്കൾ, പക്ഷെ ആ ശത്രു അടച്ചു വെച്ച മതിലിനെയും പരിമിതിയെയും സ്തുതിയുടെ മുമ്പിൽ, ആർപ്പിന്റെ മുമ്പിൽ തകർത്തു മാറ്റി ദൈവജനത്തെ യെരിഹോവിന് അപ്പുറം കടച്ച് കനാനിൽ എത്തിച്ചൊരു ദൈവം ഉണ്ടെങ്കിൽ, ഇന്ന് പകൽ ചിലതിനോട് പറയുന്നു, നിന്നോടൊരു ദൈവം ഒരു ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എത്ര യോർദാൻ ആണെങ്കിലും, എത്ര ചെങ്കടലിന്റെ അനുഭവമാണെങ്കിലും, എത്ര യെരിഹോവിന്റെ മതിലിന്റെ അനുഭവമാണെങ്കിലും, എത്ര കനാനിയർ പോരാടുന്ന അനുഭവം ഉണ്ടെങ്കിലും, അതിന്റെ അപ്പുറത്ത് മറുകര എത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് എന്റെ ദൈവത്തിനെന്ന മഹത്വം കരേറ്റിയെ, എന്റെ ദൈവം പരിധികളെ പൊട്ടിക്കുന്ന ദൈവമാണ്. നിന്റെ ജീവിതത്തിലെ എല്ലാ ലിമിറ്റേഷനുകളും ഇന്ന് പകൽ നിന്റെ പ്രശ്നത്തിന്റെ മതിലുകളെ നോക്കാതെ എല്ലാ പരിധികളെ പൊട്ടിക്കുന്ന എന്റെ ദൈവത്തിലേക്ക് നോക്ക്. നിന്റെ പരിധികളെ പൊട്ടിച്ചവൻ വാതിലുകളെ തുറക്കൂ.